നിങ്ങൾ ഓർത്തു, ചരിത്രത്തിൽ എല്ലാ ബിദഈ പ്രസ്ഥാനങ്ങളുടെയും സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പരസ്പരം സാമ്യതയുണ്ട്. പിന്നെ ചില മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ, ചില ജമാഅത്തിന്റെ ആളുകളൊക്കെ നമ്മൾ പറയും അവർക്ക് നല്ല ആത്മാർത്ഥമുള്ള ആളുകളാണ്, എന്തായാലും അവർ ആശയം പഴച്ചതാണെങ്കിലും 5 നേരം നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സത്യസന്ധമാണ്, നല്ല മനുഷ്യന്മാരാണെന്ന് പറയും. സഹോദരന്മാർ, അതിലൊന്നും യാതൊരു കാര്യമില്ല. ലോകത്തെ ബിദഈ പ്രസ്ഥാനങ്ങളുടെ ആദ്യത്തെ ബിദഈ പ്രസ്ഥാനം ഒന്നാണ് മുഅ്തസിലി പ്രസ്ഥാനം, മറ്റൊന്നാണ് ഖവാരിജ് പ്രസ്ഥാനം. ഈ ഖവാരിജ് പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ ചരിത്രത്തിൽ കാണാം, അവർ വലിയ ഭക്തന്മാരായിരുന്നു. ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഷബാബ്, അവർ ഈ ചെറുപ്പക്കാരാ. മുഖ്തഹിരൂന ഫി ഷബാബിഹിം, യൗവനമുണ്ടെന്നതോടൊപ്പം തന്നെ ഒരു മധ്യവയസ്കന്റെ പക്വതയും വിവേകവും ഉള്ള നല്ല ചെറുപ്പക്കാർ. ഗലീലതൻ അനിശ്ശർരി അഅ്യുനുഹും, ഹറാമായ കാര്യം കണ്ടാൽ, ഇസ്ലാമിലെ വിലക്കപ്പെട്ട കാര്യം കണ്ടാൽ ദൃഷ്ടി താഴ്ന്നു പോകും. ഒരു അന്യ പെണ്ണിനെ കണ്ടാൽ നോക്കി നിൽക്കുക, ഉടനെ കണ്ണു താഴ്ത്തും. ഫഖീരതൻ അനിൽ ബാത്തിൽ അർജുലുഹും, തെറ്റായ കാര്യങ്ങളെ കാലുകൊണ്ട് നടക്കണമെന്ന് വിചാരിച്ചാൽ പോകൂല, കാല് ഭാരമായിരിക്കും, ആ കാലൊരു അടി മുന്നോട്ട് വെക്കൂല, പോകൂല ഹറാമിലേക്ക്. വൈദാ മർറൂ ബിആയത്തിൻ മിൻ ദിക്രിൽ ജന്ന, അവർ ഖുർആൻ ഇങ്ങനെ ഓതിയിരിക്കും, ഓതി സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുന്ന ആയത്തിലൂടെ കടന്നുപോയാൽ ബകാ ശൗഖൻ ഇലൈഹാ, ആ സ്വർഗത്തിലേക്കുള്ള അമിതമായ താല്പര്യം കൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞു പോകും. വൈദാ മർറൂ ബിആയത്തിൻ മിൻ ദിക്രിൻ നാർ, നരകത്തെ കുറിച്ച് പറഞ്ഞ ആയത്തിനെ പരാമർശിക്കുന്ന ഭാഗത്തിലൂടെ കടന്നുപോയാൽ അവർ വാഹിദ കന്ന സഫീറ ജഹന്നം ബൈന യദൈഹി, ഒരൊറ്റ അട്ടഹാസ, നരകത്തിന്റെ ആരവം, ആ ഭീകരമായ ആരവം തന്റെ മുമ്പിൽ നേർക്കുനേരെ ചെവിയിൽ കേട്ടതുപോലെ. ഇമ്മാതിരി ഭക്തന്മാരായിരുന്നു. പക്ഷെ ആ ഖവാരിജ് പ്രസ്ഥാനം അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് ഉടലെടുത്തത്. അലി റളിയല്ലാഹു അനുരഞ്ജനത്തിന്റെ മാർഗത്തിലെ നേർപാതയിലേക്ക് കൊണ്ടുവരാൻ അവർ ചർച്ച നടത്തി, സംവാദം നടത്തി. അവർ പിൻവാങ്ങുന്നില്ലെന്ന് കണ്ട് ബാക്കി നിൽക്കുന്ന ആളുകൾ, പിൻവാങ്ങാത്ത ആളുകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരം നടത്തി. എന്നാൽ ഇതുപോലെ ക്യാമ്പയിൻ നടത്തിയത്, അവരെ യുദ്ധം ചെയ്തുകൊണ്ട്, കൊലപ്പെടുത്തിക്കൊണ്ട്, അടിച്ചമർത്തി ആ ഭീകര പ്രസ്ഥാനത്തെ തുടച്ചു മാറ്റി. എന്തേ പ്രശ്നം? ബിദഈ പ്രസ്ഥാനം ഇസ്ലാമിന്റെ നേർപാത വ്യതിചലിച്ചു. അപകടകാരികളാ. അവർ നിലനിന്നാൽ ഇസ്ലാമിന് നശിക്കും, ഇസ്ലാമിന് പരിക്കേൽക്കും, ഒറിജിനൽ ഇസ്ലാം നഷ്ടപ്പെടും. അവരുടെ പ്രധാന ആശയം എന്തായിരുന്നു? പ്രധാനമായ ആശയം ഇതിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അധികാരം അള്ളാഹുവിന് മാത്രം, അധികാരം അള്ളാഹുവിന് മാത്രം. അതിനല്ലേ ജമാഅത്തെ ഇസ്ലാമിന്റെ വാദം. ഇതിൽ ഹുക്മു ലില്ലാഹ് സെയിം ആശയമാണല്ലോ അവർ പറയുന്നത്. ഇസ്ലാമിക ഭരണകൂടം മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ, മറ്റ് ഭരണകൂടങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന്. ഇപ്പൊ അംഗീകരിക്കാൻ ചില ന്യായങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായ ആശയം അങ്ങനെ തന്നെയല്ലേ അവരുടേത്. ഇത് മാത്രമല്ല, ഏത് പ്രസ്ഥാനങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവർ നല്ല പണ്ഡിതന്മാരാണ്, തഖ്വയുള്ളവരാണ്, നല്ല ഭക്തി ഉള്ളവരാണ്. പക്ഷേ ആദർശത്തിൽ വ്യതിചലിച്ചാൽ അവരെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല എന്ന് പൂർവികർ പഠിപ്പിച്ച പാഠമാണ്.